It is my pleasure to welcome you all with the sweet aroma of Christmas. ക്രിസ്മസിൻ്റെ ഈ മാധുര്യമേറിയ വാസനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. We are assembled here to get this precious moment to thank our Almighty God who is in heaven on throne. സ്വർഗീയ സിംഹാസനസ്ഥനായിരിക്കുന്ന കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Here I am extremely honored to welcome our Honorable Territorial Commander Colonel Gabriel Christian. നമ്മുടെ സംസ്ഥാനാധിപൻ കേണൽ ഗബ്രിയൽ ക്രിസ്ത്യൻ അവർകളെ വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Territorial President of Women's Ministry Colonel Indumadi Christian. അതോടൊപ്പം തന്നെ TPWM കേണൽ ഇന്ദുമതി ക്രിസ്ത്യൻ. Chief Secretary Lieutenant Colonel Daniel J. Raj. നമ്മുടെ ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് കേണൽ ഡാനിയൽ ജെ രാജ്. Officers and friends to this day. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാ നമ്മുടെ സ്നേഹിതർക്കും ഈ പ്രത്യേകമായ ദിവസത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. May this Christmas carol celebration program touch our hearts and souls with complete joy and peace. ഈ ക്രിസ്മസ് കരോൾ പ്രോഗ്രാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആവശ്യമായ സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. Jesus lived an exemplary life. കർത്താവായ യേശുക്രിസ്തു വളരെ മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിച്ചത്. He was born in a manger. അവനൊരു പശുത്തൊഴുത്തിലാണ് ജാതനായത്. Bible says Luke chapter 2 verse 11. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു. Today in the town of David a savior has been born to you. He is the Messiah, the Lord. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. You will find a baby wrapped in clothes and lying in a manger. അവിടെ പുൽത്തൊട്ടിയിൽ ശീലകൾ ചുറ്റിക്കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. Today a good news just after coming from our TC to congratulate the everlasting love of our Father, the Holy God. വിശുദ്ധനായ ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം നമ്മുടെ സംസ്ഥാനാധിപനിൽ നിന്ന് നാം ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നു. Many people believe that Christmas is purely for Christians around the world. ധാരാളം ആളുകളും വിശ്വസിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. However, this concept has been changed with the change in time. എന്നാൽ കാലം മാറിയതോടുകൂടെ ഈ ഒരു ആശയത്തിനും വ്യത്യാസം വന്നിരിക്കുന്നു. Today everybody, be it a Christian or non-Christian, wait for Christmas. എന്നാൽ ഇന്ന് ക്രൈസ്തവനോ അക്രൈസ്തവനോ എല്ലാവരും ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുന്നു. Because this day is full of love, happiness and gifts and blessings. കാരണം ഈ ദിവസം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും സ്നേഹവും അതുപോലെ തന്നെ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമാണ്. Christmas is the season of love. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു കാലമാണ്. Harmony അതുപോലെ ഐക്യത്തിന്റെയും and celebration. ആഘോഷത്തിന്റെയും. This is a particular time to celebrate Jesus Christ's birth. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ക്രിസ്മസ്. Being a festival for Christians also, എന്നാൽ ക്രിസ്ത്യാനികൾക്കുള്ള ഒരു ആഘോഷം എന്നതോടൊപ്പം തന്നെ this festival is celebrated by everybody with great enthusiasm as well as joy. ഈ ആഘോഷം എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടും ആവേശത്തോടും കൂടെ ആഘോഷിക്കുന്നു. People light their homes with candles, ആളുകൾ അവരുടെ ഭവനങ്ങൾ മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിക്കുന്നു. decorations അതുപോലെ മറ്റ് അലങ്കാരങ്ങൾ and Christmas trees, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകൾ, which is a must for symbolizing Christ. അത് ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. Christmas carols are one of the best things. ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു കാര്യമാണ്. Can be set as the best charm of this festival. ഈ ഒരു ആഘോഷത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം തന്നെയാണത്. Which is sung in the church to welcome the occasion festivities. ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ കാലഘട്ടം നമ്മെ സ്വാഗതം ചെയ്യുന്നതിന് നമ്മുടെ സഭകളിലും നാം പ്രത്യേകമായി ക്രിസ്മസ് കാരൾ ആലപിക്കുന്നു. It is essentially Christmas that reminds us that we should stick to the essential aspects of humankind. എന്നാൽ പ്രത്യേകമായി ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മാനുഷികപരമായ രീതിയിൽ ഈ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. Christmas preparations generally begin on Christmas Eve. ക്രിസ്മസിന് മുൻപ് തന്നെ നാം ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. Which includes buying decorations. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം അലങ്കാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. Food as well as lots of gifts for everybody. നാം ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് സമ്മാനം നൽകുന്നതിനുള്ള കാര്യങ്ങൾ നാം വാങ്ങുകയും ചെയ്യുന്നു. Including the children in the family. നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി and our beloved friends. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വേണ്ടി. Christmas time, every shop will be selling Christmas decorations and somewhere in the distance
ക്രിസ്മസ് കാലയളവിൽ എല്ലാ കടകളിലും ക്രിസ്മസ് അലങ്കാരത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്നു. You can hear choirs singing Christmas carols. അതുപോലെ തന്നെ ക്രിസ്മസ് കാരലുകൾ കൊയറുകൾ ആലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. The experience is almost enchanting and makes you forget about all your problems for a while. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആകർഷണം നൽകുന്നതാണ്. മാത്രവുമല്ല കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് മറക്കുന്നതിനുള്ള സമയം കൂടിയാണ് ക്രിസ്മസ്. During this Christmas season, people singing and dancing, sharing gifts. അതുപോലെ തന്നെ ക്രിസ്മസിന്റെ സമയങ്ങളിൽ ആളുകൾ ഗാനങ്ങൾ പാടുകയും അവർ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സമ്മാനങ്ങൾ അവർ പരസ്പരം And പങ്കുവയ്ക്കുന്നു. then spending time together, eating traditionally prepared turkeys, catching up with long lost childhood friends. അതുപോലെ തന്നെ നാം പരസ്പരം ഒരുമിച്ച് സമയം പങ്കിടുന്നു. മാത്രവുമല്ല നമ്മുടെ മുൻകാല സ്നേഹിതരെ കണ്ടെത്തുന്നതിനും അവരുമായിട്ട് സമയങ്ങൾ ചിലവഴിക്കുന്നതിനും പരമ്പരാഗത രീതിയിലുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിനൊക്കെയുമുള്ള സമയമാണിത്. When Christmas time, people are visiting distant relatives. അതുപോലെ തന്നെ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ വിദൂരത്തിലുള്ള ബന്ധുക്കളെ നാം സന്ദർശിക്കുന്നു. They are making a smile on people's faces and showing a lot of love towards each other in all that Christmas is about. അതുപോലെ തന്നെ ആളുകളുടെ മുഖങ്ങളിൽ പുഞ്ചിരി വരുത്തുന്നതിനും മാത്രവുമല്ല നമ്മുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും ഈ ക്രിസ്മസ് നാളുകൾ നാം അതിനുവേണ്ടി വിനിയോഗിക്കുന്നു. The experience is almost enchanting and makes you forget all the unhappiness or sad things about life for a while. ഈ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആകർഷണീയമാണ്. അതുപോലെ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മറക്കുന്നതിനും ഈ സമയം നമുക്ക് സാധ്യമായി തീരുന്നു. When we look at the Bible words, Isaiah chapter 53 words 4 to 5, വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, surely he took up our pain സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, and bore our suffering. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. Yet we considered him punished by God, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും stricken by him and afflicted. ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. But he was pierced for our transgressions, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും he was crushed for our iniquities. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. The punishment that brought us peace was on him, and by his wounds we are healed. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. During the Christmas time, ഈ ക്രിസ്മസ് കാലയളവിൽ we have to remember our Christ, നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. invite him to born again in our heart. നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നതിന് വേണ്ടി നാം അവനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. That's what we have to do, some good things for poor and needy. അതിനുവേണ്ടി നാം നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പാവപ്പെട്ടവർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. Now I am wishing you a Merry Christmas and a prosperous New Year. May God bless us all. ഈ സന്ദർഭം ഞാൻ എല്ലാവർക്കും ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. I am extremely happy to greet Salvationists and especially women Salvationists of India Southwestern Territory. ഇന്ത്യ ദക്ഷിണ പശ്ചിമ സംസ്ഥാനത്തെ വനിതാ സൈനികരെയും അതുപോലെ എല്ലാ സൈനികരെയും അഭിവാദ്യം ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. Month of December is a very important to every Christian people. എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ മാസമാണ്. To celebrate the birth of Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനം ആഘോഷിക്കുന്ന മാസം. December month has give us the peace, joy and happiness to every believers. എല്ലാ വിശ്വാസികളെ സംബന്ധിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് സമാധാനവും സ്നേഹവും സന്തോഷവും നമുക്ക് ലഭ്യമാകുന്ന മാസമാണ്. And gave us to great promise to each one of us. അതുപോലെ തന്നെ വളരെ മഹത്തായ ഒരു വാഗ്ദത്തം നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന മാസം. Baby Jesus called Emmanuel means God is with us. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേരാണ് യേശു കുഞ്ഞിന് നൽകപ്പെട്ടത്. Yes, God is with us in time of COVID-19 pandemic. അതെ, ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് യേശു ക്രിസ്തു നമ്മോട് കൂടെയുള്ളവനായി തന്നെയായിരുന്നു. Many people were passed away. ധാരാളം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. But today we are lived in this world by the grace of our Lord Jesus Christ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ മുഖാന്തരം നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. The message of Christmas is where there is hope, love, light and life. The planning purpose to God will reach. ക്രിസ്മസിന്റെ സന്ദേശം എവിടെയെല്ലാം സ്നേഹവും പ്രത്യാശയും
വെളിച്ചവും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതുമാണ്. Last 2 years, the situation does not support us to celebrate the Christmas in Sing a Carol as in we did in the past year. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നാം കരോൾ ആലപിച്ചതുപോലെ ഈ പ്രാവശ്യം നമുക്കത് ചെയ്യുന്നതിന് നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമായിരുന്നില്ല. Christmas is a happy moment because God is reaching to His children on Christmas Day by His Son, Lord Jesus Christ. ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന നിമിഷമാണ്. കാരണം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരിലേക്ക് അയച്ചതായിട്ടുള്ള സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. Christmas is the beginning of reconciliation between God and man. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ തുടക്കമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. Christmas is joy because it is the reunion day of God and man. അതുപോലെ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പുനഃസമാഗമനത്തിൻ്റെ സന്തോഷകരമായ നിമിഷമാണ് ക്രിസ്മസ്. Christmas is also a day of giving ക്രിസ്മസ് എന്ന് പറയുന്നത് നൽകലിൻ്റെ ദിവസം കൂടിയാണ്. because God has give His Son in John chapter 3:16. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തൻ്റെ പുത്രനെ ദൈവം നമുക്കായി നൽകിയ ദിവസം. And why Christmas is so valuable for us? എന്തുകൊണ്ടാണ് ക്രിസ്മസ് നമുക്ക് ഏറ്റവും വിലയേറിയതായി തീരുന്നത്? Because this is the day that God Himself came down to this world. കാരണം ഈ ദിവസമാണ് ദൈവം സ്വയമായി ഈ ഭൂമിയിലേക്ക് നമുക്കായി കടന്നു വന്നത്. Why God came to this world? He came to this world to save us from our sins and give us to eternal life. എന്തിനാണ് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും നമുക്ക് നിത്യജീവൻ നൽകുന്നതിനും വേണ്ടി. And John chapter 3 verse 17 says, "For God did not send His Son into the world to condemn the world, but to save us the world through Him." യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, നമ്മെ വിധിക്കുവാനായിട്ടല്ല ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്, അവനാൽ ലോകം രക്ഷിക്കപ്പെടേണ്ടതിനത്രേ കർത്താവായ യേശു ക്രിസ്തു വന്നത്. So Christmas is a happy day worth to celebrate. നമുക്ക് ആഘോഷിക്കുവാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. Christmas is a meaningful day, the time to learn more about the love of God. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് നാം കൂടുതൽ പഠിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. Christmas is the time to experience and to practice is the freedom from our sins. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം മോചിതരായി തീരുന്നതിനെ സംബന്ധിച്ച് നാം പ്രായോഗികമാക്കുകയും നാം അനുഭവിച്ചറിയുകയും ചെയ്യുന്നതാണ് ക്രിസ്മസ്. And this is the day to announce forgiveness to others. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പാപക്ഷമ നാം അറിയിക്കുന്നതായിട്ടുള്ള ദിവസവുമാണ് ക്രിസ്മസ്. What good news to hear that God reconciled with us. ദൈവം നമ്മെ അനുരഞ്ജനത്തിലേക്ക് ആക്കി തീർത്തു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ മഹത്തായ സദ്വർത്തമാനം. The reconciliation process should not be stopped with you. ആ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മിൽ തന്നെ അത് അവസാനിക്കുന്നില്ല. It must to go out and reach to others. അത് പുറത്തേക്ക് പോകുകയും അത് ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ്. Through this you can be blessing to others in this festive season by the practicing and principle of reconciliation. നിരപ്പിന്റെ തത്വം നാം പ്രായോഗികമാക്കുന്നതിലൂടെ ഈ ഉത്സവകാലത്ത് ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കുവാനും അനുഗ്രഹീതരായി തീരുവാനും നമുക്ക് കഴിയും. And let the peace that comes from the Christ rule in your hearts. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. For as a member of the one body, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ you are called to live in peace and always be thankful. Colossians chapter 3 verse 15. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ സമാധാനത്തിൽ വസിക്കുന്നതിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നാം നന്ദിയുള്ളവരായും ഇരിപ്പീൻ. May this Christmas season be a blessing season for you. ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് നമ്മെ എല്ലാവരെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ കാലമായിരിക്കട്ടെ. May you feel the real meaning of Christmas. ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുവാൻ ഈ കാലം നമ്മെ സഹായിക്കട്ടെ. Christmas is all about giving love, peace, reconciliation and dedication and many more. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹം നൽകുന്നതിൻ്റെയും സമാധാനവും അനുരഞ്ജനവും നൽകുന്നതിൻ്റെയും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെയും അതിനപ്പുറമായ മഹത്തായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. And I wish you all my women officers, retired officers, senior and junior home leaguers, League of Mercy member, Salvation Army Medical Fellowship members
and Silver Star and Gold Star wish you a happy Christmas. എല്ലാ വനിതാ ഉദ്യോഗസ്ഥർക്കും റിട്ടയർഡ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ സീനിയർ ജൂനിയർ ഭവന സംഘ അംഗങ്ങൾക്കും കാരുണ്യ സംഘം അംഗങ്ങൾക്കും മെഡിക്കൽ ഫെലോഷിപ്പിൻ്റെ അംഗങ്ങൾക്കും സിൽവർ സ്റ്റാറും ഗോൾഡ് സ്റ്റാറും ലഭിച്ചതായിട്ടുള്ള മാതാപിതാക്കൾക്കും ഈ സന്ദർഭം ഞാൻ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. May your homes filled with a peace. നിങ്ങളുടെ ഭവനങ്ങൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. May your homes filled with joy and happiness. നിങ്ങളുടെ ഭവനങ്ങൾ സമാധാനവും സന്തോഷവും നിറഞ്ഞതായി തീരട്ടെ. And may you celebrate the peace of Christ. അങ്ങനെ കർത്താവിൻ്റെ സമാധാനം നമുക്ക് ആഘോഷിക്കാം. May you celebrate the enjoy with your family, with your relatives, with your friends, with your neighbors and the people those around you. ഈ സന്തോഷം നമ്മുടെ കുടുംബാംഗങ്ങളുമായും നമ്മുടെ ബന്ധുക്കളുമായും നമ്മുടെ സ്നേഹിതരുമായും നമ്മുടെ അയൽക്കാരുമായും നമ്മുടെ ചുറ്റുമുള്ളവരുമായും ഈ സന്തോഷം ആഘോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. വിമൻസ് മിനിസ്ട്രി നിങ്ങൾക്കായി ഒരുക്കുന്ന ക്രിസ്മസ് കരോളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മഞ്ഞു തുള്ളി പെയ്യും ബേദലഹേമിൽ. മിസ്റ്റർ ജസ്റ്റിൻ ബെഞ്ചമിൻ, മിസ്റ്റർ CM ചാക്കോ ഈ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ക്രിസ്മസ് ഗാനം. തൂമഞ്ഞു തുള്ളിയുടെ ഓർമ്മകളിലേക്ക് ക്രിസ്മസ് പ്രഭാതം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മനോഹരമായ ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. മഞ്ഞു തുള്ളി പെയ്യും ബേദലഹേമിൽ.
എവേ ഇൻ എ മേഞ്ചർ. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളെ വളരെ മനോഹരമായി കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന ദൂതന്റെ സന്ദേശം ഈ ഗാനത്തിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. ഈ ഗാനത്തിന്റെ രചയിതാവ് അവ്യക്തമാണ്. ഈ ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് ജെയിംസ് ആർ മുറേ ആകുന്നു. ക്രിസ്മസ് രാവിൻ്റെ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടുത്താതെ വളരെ സുന്ദരമായ വരികളിലൂടെ ലഫ്റ്റനന്റ് കേണൽ സ്നേഹദീപം രചന നിർവഹിച്ച് മിസ്റ്റർ ജസ്റ്റിൻ ബെഞ്ചമിൻ ഈണം പകർന്ന ഗാനം കോടാകോടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന നീലരാവിൽ. നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. തിളങ്ങുന്നു നീലരാവിൽ
UK ടെറിട്ടറിയിൽ ശുശ്രൂഷയിലായിരുന്ന മേജർ ജോബ് വെബ് അനേക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ മനോഹരമായ ആത്മീക അർത്ഥം ഉൾക്കൊള്ളുന്ന ഗാനമാണിത്. ഇറ്റ് വാസ് ഓൺ എ സ്റ്റാറി നൈറ്റ്. In the
Salvationist of Southwestern Territory, me as Chief Secretary, want to wish you a Christmas greetings to everyone. ഇന്ത്യ ദക്ഷിണ പശ്ചിമ സംസ്ഥാനത്തിൻ്റെ പ്രിയ സൈനികരെ, നിങ്ങളുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഏവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷാതിരേകം പങ്കുവയ്ക്കുന്നതിൽ ഞാൻ ഏറെ ആഹ്ലാദിക്കുന്നു. It's a great joy to think of Christmas and to experience the true spirit of Christmas this year. ക്രിസ്മസ് എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് എത്ര ആനന്ദദായകമാണ് എങ്കിൽ അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അനുഭവേദ്യമാകുന്ന സന്തോഷം അതെത്ര ആധിക്യമാണ്. I wish everyone to understand the real meaning of Christmas, the message of Christmas and the ministry of Christmas. ക്രിസ്മസിൻ്റെ അന്തസത്ത, അതിൻ്റെ സന്ദേശം, അതിൻ്റെതായ ശുശ്രൂഷ അത് മനസ്സിലാക്കുന്ന എത്ര സംഗതമായിരിക്കും. The real meaning of Christmas is not being selfish, but to think about others and those unfortunate ones. ക്രിസ്മസിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വാർത്ഥപരമായ ഒന്നല്ല, മറിച്ച് മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നതാണത്. We have many people around us to think of them. നാം നമ്മുടെ ചിന്തയിൽ പരിഗണനയിൽ വരേണ്ട ഒട്ടേറെ പേർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. While we enjoy the blessing of Christmas, let us think about others who are unfortunate to have those blessings in their lives. തങ്ങളുടെ ജീവിതത്തിൽ നാം കാണുന്ന സന്തോഷവും സൗഭാഗ്യങ്ങളും അനുഭവിക്കാത്ത അനേകരുണ്ട്. അവരെക്കുറിച്ചുകൂടി കരുതുന്നതാകട്ടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും അതിൻ്റെ സന്തോഷവും. Looking around the world, we see groups and masses coming inside and outside the church. Without Christ, they observe Christmas. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കൂട്ടങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു ഉള്ളിലില്ലാത്ത അനേക ആരാധനകളെ നമുക്ക് കാണുവാൻ കഴിയും. I can say that Mass with Christ is Christmas. ക്രിസ്തുവിനോട് ചേർന്ന കൂട്ടമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. I want you also to realize the message of Christmas should get across the world. ക്രിസ്മസിന്റെ സന്ദേശം ലോകമെമ്പാടും വ്യാപരിക്കണം എന്നാണ് എൻ്റെ വാഞ്ച. We are all privileged to have the advantage of technology to get across people and to access them. ലോകമെമ്പാടുമുള്ള ആളുകളുമായിട്ട് സന്ധിക്കുന്നതിന് അതിനുതകും വിധമായ എല്ലാ സൗകര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ട്. When Christ was born, this was not available for him to have this technology. ഈ സാങ്കേതിക വിദ്യയോ സാങ്കേതികമായ യാതൊരു ഉപാധികളോ ക്രിസ്തുവിൻ്റെ ജനന നാളിൽ ഉണ്ടായിരുന്നില്ല. But we are fortunate to have that advantage to get across people. എന്നാൽ ഇന്ന് ലോകത്തുള്ള ഏവരുമായിട്ട് സന്ധിക്കുന്നതിന് സാങ്കേതിക വിദ്യ സഹായകമായി വർത്തിക്കുന്നുണ്ട്. The message of Christmas is joy that was born in the world, as we sing, joy to the world, the Lord is come. ക്രിസ്തുമസിൻ്റെ സന്ദേശം സന്തോഷമാണ്. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ആലപിക്കുന്നത്, സന്തോഷം സന്തോഷം ആനന്ദം, കാരണം യേശു ഈ ലോകത്തിലേക്ക് The അവതരിച്ചിരിക്കുന്നു. message of Christmas is not for a section of society or for a particular community. ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ വേണ്ടിയോ മാത്രമുള്ളതല്ല. God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം. Christ has come for the whole world. ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതമായത് മുഴുവൻ ലോകത്തിനുമായിട്ടാണ്. And you and I are privileged to be part of this world in which we live. ഞാനും നിങ്ങളും ആ ജനസമൂഹത്തിന്റെ ഭാഗമാകുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. The world is being threatened and diverse tragedies happen. ഇന്ന് ഈ അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമ്പോൾ ലോകം ഭീതിതമാകുന്നു, വിനാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു. The peace has to be shared with people that is ever ready available. എന്നേക്കും എപ്പോഴും സാധ്യമായിരിക്കുന്ന പ്രാപ്യമായ സമാധാനം ഏവരിലും കൈഗതമാകണം. That good news and the message of peace should go into the lives of individuals and the families. ക്രിസ്മസ് പ്രതിനിധാനം ചെയ്യുന്ന സമാധാനം, ആ സന്ദേശം ഓരോ വ്യക്തികളിലേക്കും അവരുടെ അന്തരാത്മാവിലേക്കും ഭവനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം. The message of Christmas is that Christ is available for you to grant peace to you. നമുക്ക് ആ സമാധാനം കരഗതമാകുവാൻ തക്ക വിധത്തിൽ ക്രിസ്തു ഏവർക്കും പ്രാപ്യമാണ് എന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം. The mission of
Christmas is to preach to the world that Savior is available to redeem and to rescue. ക്രിസ്മസിൻ്റെ ദൗത്യം അഥവാ നിയോഗം എന്ന് പറയുന്നത് ഏവർക്കും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു അവതരിച്ചിരിക്കുന്നു, അവൻ ഏവർക്കും പ്രാപ്യമാണ് എന്നതാണ്. The good news to the poor is the preaching of the gospel. ദരിദ്രരോട് ഈ സദ്വർത്തമാനം അതാണ് സുവിശേഷം. The Nazarene Manifesto, as Luke 4:18 says, that Spirit of the Lord is upon me. അത് ഈ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ക്രിസ്തു ഇത് ഏവർക്കും പ്രാപ്യനായിരിക്കുന്നു എന്നുള്ളതാണ്. First component of that Nazarene Manifesto is to preach good news to the poor. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നതാണ് നാസറേൻ മാനിഫെസ്റ്റോയുടേതായ സത്ത എന്നത്. And today the world is hearing tragic news and devastation and destruction. ഇന്ന് ലോകത്തിന് കാതുകളിൽ വന്ന് അലയ്ക്കുന്നത് മുഴങ്ങുന്നത് നിരാശയുടെയും നാശത്തിൻ്റെയും ദുരന്തങ്ങളുടെയും വാർത്തകളാണ്. When we switch on the TV and watch the screen, all about these sad news and the tragic and the tragedy. ദുരന്തങ്ങളുടെയും ദുഃഖത്തിൻ്റെയും മുറവിളിയുടെയും വാർത്തകളാണ് നാം ഇന്ന് വാർത്താ ചാനലുകൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയുക. The world is sick to hear the healing and the good news from the world. എന്നാൽ സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വചസ്സുകൾക്കായി ലോകം ഇന്ന് കാതോർക്കുകയാണ്. When the tragedy strikes, when the pandemic comes, the whole world is in fear. ഈ മഹാമാരി ലോകത്തെ ഗ്രസിച്ചപ്പോൾ, ദുരന്തങ്ങൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ ജനം ഭീതിതമായ ഒരു സാഹചര്യത്തിൽ, On the first Christmas day, when the shepherds were watching their flocks, they were afraid. ആദ്യ ക്രിസ്മസ് നാളുകളിൽ ഇടയന്മാർ ആടുകളെ കാവൽക്ക് പാർത്തുകൊണ്ടിരുന്ന വേളയിൽ അവർക്ക് ആദ്യ ക്രിസ്മസ് സന്ദേശം ലഭ്യമായി. When the angel of the Lord appeared to those shepherds, they were terribly afraid on a cold winter night. ആ ശീതമാർന്ന സന്ധ്യയിൽ ദൂതന്മാരുടെ ആഹ്വാനം കേട്ടപ്പോൾ ഭയചകിതരായി തീർന്നു ദൂതവൃന്ദം. How can this wonderful sight happen to me, because we are all sinners, as was experienced by the shepherds? പാപികളായ ഞങ്ങൾക്ക്, കേവലപ്പെട്ടവരായ ഞങ്ങൾക്ക് എങ്ങനെ ഈ സദ്വർത്തമാനം സാധ്യമായി എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്. There came the words of good news. Do not be afraid. I bring you good tidings of great joy that will be for all people. അവിടെയാണ് അവർക്ക് ക്രിസ്മസിന്റെ ആദ്യ ആഹ്വാനം സന്ദേശം ലഭിക്കുന്നത്. ഭയപ്പെടേണ്ട, സകല ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന്. A great news of joy to all the people has come on a first Christmas day. സകല മാനവരാശിക്കുമുള്ള മഹാസന്തോഷമാണ് പ്രഘോഷിക്കപ്പെടുന്നത് ആദ്യ ക്രിസ്മസ് രാവിൽ. A Savior has been born to you in the city of David, and you will find him lying in swaddling clothes. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന്. That will be the sign you can go and see him. നിങ്ങൾക്ക് പോയി അവനെ കാണുവാനുള്ള അടയാളം അത് എന്ന് അവരെ അറിയിക്കുന്നു. And that's the mission of Christmas, that we all have to go and share this message across the world. അത് തന്നെയാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന നിയോഗം എന്നത്. സകല മാനവരാശിയെയും ഈ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്നത്. Shepherds not only heard that voice, they went and saw by themselves. ഇടയന്മാർ ആ ആഹ്വാനം കേൾക്കുക മാത്രമല്ല, അവയനുസരിച്ച് ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നവനെ കാണുകയും ചെയ്തു. When salvation is, you experience the blessing of Christmas. സൈനികരെ, ക്രിസ്മസിന്റെ യഥാർത്ഥമായ അനുഭവം, അനുഗ്രഹം നിങ്ങളുടെ അവകാശമാവട്ടെ. And do not keep it by yourself. Go and tell them and share the message. ആ അനുഗ്രഹം സ്വകാര്യ സ്വത്തായി കൈവശം വയ്ക്കുക മാത്രമല്ല, മറിച്ച് ആ അനുഭവം മറ്റുള്ളവർ കൂടി പകർന്നു നൽകുക. And the pandemic hit world we are living in, that people are in fear and panic. ഈ മഹാമാരിയെ ഗ്രസിക്കപ്പെട്ട ലോകം, ഭയചകിതമായിരിക്കുന്ന ലോകം, ഈ ലോകത്തിനാണ് നമ്മുടെ ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം എത്തപ്പെടേണ്ടത്. They want to hear and listen something good news for them. ഈ ഭീതിതമായ സാഹചര്യത്തിൽ സന്തോഷകരമായ, മനസ്സിന് ആശ്വാസവും ആനന്ദവും പകരുന്ന ഒരു വാർത്തയ്ക്കായി അവർ കാതോർക്കുകയാണ്. The mission of Christmas
is to go and tell them in number of ways that you can do it. ക്രിസ്മസിൻ്റെ നിയോഗം എന്ന് പറയുന്നത് സാധ്യമായിരിക്കുന്ന എല്ലാ വിധങ്ങളിലും അതിൻ്റെ സത്തയും സന്ദേശവും സമൂഹത്തിലേക്ക് പകരുക എന്നതാണ്. You can do it while you are on a journey. ഒരുപക്ഷെ നമ്മുടെ പ്രയാണത്തിൽ യാത്രാമധ്യേ ഇത് നമുക്ക് പങ്കുവയ്ക്കുവാൻ You കഴിയും. can do it when you come for worship in the church. ആരാധനയ്ക്കായി ആലയത്തിൽ പോകും വേളയിലും ഇത് സാധ്യമാണ്. You can do it when you have an interaction with your colleagues. നമ്മുടെ സഹപ്രവർത്തകരുമായി സംവേദിക്കുമ്പോൾ ഇത് സാധ്യമാണ്. You can do it while you are in your office. നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഇത് സാധ്യമാണ്. But the primary thing is the mission of Christmas is to share the good news to people. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ സത്തയും സന്ദേശവും സമൂഹത്തിലേക്ക് പകരുന്ന നിയോഗം നാം ഏറ്റെടുക്കണം, നിവർത്തിക്കണം എന്നതാണ്. Christmas is not only for you and for me, it is for the entire world. ക്രിസ്മസ് അതിൻ്റെ അർത്ഥം എനിക്കും നിങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് മുഴുവൻ ലോകത്തിനുമായിട്ടുള്ളതാണ് ക്രിസ്മസ്. Salvationists must find it a joy in sharing the gospel. ഈ സുവിശേഷം പങ്കുവെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കട്ടെ സൈനികരും Let us be alert this year that we will share this gospel at least to someone who does not know Christ. ക്രിസ്തുവിനെ അറിയാത്ത ചിലരോടെങ്കിലും ഈ ക്രിസ്മസിൻ്റെ അനുഭവം പങ്കുവയ്ക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയമാവട്ടെ ഈ ക്രിസ്മസിൽ നമ്മുടെ നിയോഗമായി You ഏറ്റെടുക്കുന്നത്. and I are privileged to share this news which was not given even to the angels. ദൈവദൂതന്മാർക്ക് പോലും ലഭ്യമാകാത്ത മഹത്തരമായ ഒരു നിയോഗമാണ് എനിക്കും നിങ്ങൾക്കും കൃപയാൽ കരഗതമായിരിക്കുന്നത്. The heavenly host appeared on a cold winter's night among the shepherds, saying that glory to God in the highest. ശീതരാവിൽ സമ്മേളിച്ച ദൂതവൃന്ദം പറയുന്നത് ദൈവത്തിന് മഹത്വം എന്നാണ്. Peace on earth, സന്മനസ്സുള്ളവർക്ക് സമാധാനം, goodwill toward man. സന്മനസ്സുള്ളവർക്ക് സമാധാനം. They sang with great joy. അവർ വർദ്ധിച്ച ആഹ്ലാദത്തോടു കൂടിയാണ് അവർ ആ ഗാനം ആലപിക്കുന്നത്. Today there are celebrations. ഇന്ന് ഏറെ ആഹ്ലാദങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. Our celebration should be a meaningful എന്നാൽ celebration. നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥസമ്പൂർണമായിരിക്കട്ടെ. Our coming together must have a meaning. നാം കൂടി വരുന്നെങ്കിൽ അതിന് ക്രിസ്തീയമായിരിക്കുന്ന ഒരു അർത്ഥതലങ്ങൾ ഉണ്ടാവട്ടെ. Our fellowship should contain a message to share. നമ്മുടെ കൂട്ടായ്മകൾക്ക് പങ്കുവയ്ക്കലിന്റെ ഒരു വലിയ അർത്ഥതലം സംഭാവ്യമാവട്ടെ. I challenge every salvationist to do this. ഈ അനുഭവം പങ്കുവയ്ക്കുവാൻ ഞാൻ എല്ലാ സൈനികരെയും ആഹ്വാനം ചെയ്യുകയാണ്. The light has come on a Christmas day. ക്രിസ്മസ് നാളിലാണ് ആ വലിയ പ്രകാശം പൂരിതമാകുന്ന ചുറ്റി മിന്നുന്നത്. In many ways we are living in a world which is full of dominated by darkness. Let us dispel the darkness by the message and the mission and the meaning of Christmas. അന്ധകാരം കൂരിട്ട് കട്ടപിടിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന ദിവ്യപ്രഭ സകല ഹൃദയങ്ങളിലേക്കും ഈ അന്ധകാരത്തിനെ തുടച്ചു മാറ്റി പ്രകാശിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ഇടവരട്ടെ. We live in a world where there is so much of threat and peacelessness prevails. ഏറെ ഭീതിയുടെയും ഭീഷണിയുടെയും നിഴലിലാണ് ഈ ഇന്ന് ലോക സമൂഹം നിലനിൽക്കുന്നത്. Because we have that peace of God with us, let us share the availability of peace on a Christmas day, and even it is now, to everyone who wants to acknowledge it. ക്രിസ്മസിന്റെ സന്തോഷം, സമാധാനം വാസ്തവമായി അനുഭവേദ്യമായ നമുക്ക് ഈ ലോകത്തിന് ക്രിസ്തുവിൻ്റെ സമാധാനം പ്രാപ്യമാണെന്നും ആ സമാധാനത്തിൻ്റെ മാർഗമൊരുക്കി അവർക്കും ഈ ക്രിസ്തുമസിൻ്റെ സമാധാനത്തിൻ്റെ ഭാഗഭാക്കുകളാകുവാൻ ഇടയാവട്ടെ. ക്രിസ്മസിലൂടെ The peace of Christmas cannot be given by anyone in the world. ലോകത്തിൽ മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത മഹത്തായ സമാധാനമാണ് ക്രിസ്മസിലൂടെ ലഭ്യമാകുന്നത്. The peace of Christmas cannot be taken away from someone who has already got the peace. ആർക്കെങ്കിലും അപഹരിക്കാൻ കഴിയുന്നതുമല്ല ക്രിസ്മസിലൂടെ കരഗതമാകുന്ന സമാധാനം. It's a peace is beyond our understanding, that passeth all understanding. സകല ബുദ്ധിയെയും കവിയുന്ന നമ്മുടെ നിലവുകൾക്കും അതീതമായിരിക്കുന്ന ഒന്നാണ് ക്രിസ്തീയമായ സമാധാനം. May the spirit of Christmas lives in you and continue to live in you and continue to dwell in you. ക്രിസ്മസിൻ്റെ ഈ സമാധാനം നിങ്ങളിൽ അധിവസിക്കട്ടെ, ആ സമാധാനം നിങ്ങളിൽ നിലനിൽക്കട്ടെ. ആ ക്രിസ്മസ് സമാധാനം ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് തണലായി തുണയായി ഇരിക്കട്ടെ. I wish you all a blessed Christmas. Those who are in India, in other parts of the country, even overseas, a blessed Christmas. ഭാരതത്തിലും
ഇതര രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരിക്കുന്ന ഏവർക്കും ക്രിസ്മസിൻ്റെ സമസ്ത അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ നേരുകയാണ്. And wish you all a very happy and a prosperous, bright New Year. ഏറ്റവും ശോഭനമായ സമ്പൽ സമൃദ്ധമായ അനുഗ്രഹീത പുതുവത്സരവും നേരുന്നു. God bless India Southwestern Territory. ഇന്ത്യ ദക്ഷിണ പശ്ചിമ സംസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ ആശിഷം ചൊരിയട്ടെ. Amen. ആമേൻ. അടുത്തതായി ഞങ്ങൾ ആലപിക്കാൻ പോകുന്ന ഒരു ഹിന്ദി ഗാനമാകുന്നു ഓ മേനെ പെഹലെ സേ കഹദേ. मैंने पहले से कह दी मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, मसीह मरियम को जायो रे, मसीह मरियम को जायो रे, ओ मैंने ओ मैंने ओ मैंने पहले से कह दी मसीह मरियम को जायो रे। स्वर्ग लोक से चला फरिश्ता निग मरियम के दे, स्वर्ग लोक से चला फरिश्ता निग मरियम के दे, मरियम से वो यूं कर बोला तेरा बेटा होगा रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे। ये सुन करके मरियम बोले सुनो फरिश्ता रे, ये सुन करके मरियम बोले सुनो फरिश्ता रे, क्या हुआ अब लो मेरा कैसे होगा रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे। ये सुन करके फरिश्ता बोला मैं बदलाऊ रे, ये सुन करके फरिश्ता बोला मैं बदलाऊ रे, खुदा बाप की कुदरत तुम पे साया डाले रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, मसीह मरियम को जायो रे, मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे, ओ मैंने पहले से कह दी मसीह मरियम को जायो रे। ഗോ ടെൽ ഇറ്റ് ഓൺ ദ മൗണ്ടൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ ആട്ടിടയന്മാരുടെ അരികിലേക്ക് ദൂതൻ കടന്നു ചെന്ന് ക്രിസ്തുവിൻ്റെ ജനന സന്ദേശം അവരെ അറിയിക്കുന്നു. ഈ ഗാനത്തിന് സംഗീതവും രചനയും നിർവഹിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ സ്റ്റെഡ്മാൻ അലൻ ആകുന്നു. നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. Tell it on the mountain, over the hills and far away. Go, tell it on the mountain, that Jesus Christ is here. While shepherds kept their watch
Hallelujah. ഹല്ലേലൂയ. Hallelujah means praise the Lord. ഹല്ലേലൂയ എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Hallelujah is not simply we use, but we use with a meaning. ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക് വെറുതെ ഉപയോഗിക്കുന്നില്ല, അർത്ഥപരമായി തന്നെയാണ് ഈ വാക്ക് നമ്മൾ Hallelujah ഉപയോഗിക്കുന്നത്. use for King of King and Lord of Lord who is living. അത് ഇന്നും ജീവിക്കുന്ന രാജാതി രാജാവായ ദൈവത്തിന് വേണ്ടിയാകുന്നു ഈ പദം നമ്മൾ ഉപയോഗിക്കുന്നത്. Now we are so much happy that we are in the Christmas season. ഈ ക്രിസ്മസ് കാലയളവായതിനാൽ നമ്മൾ ഏവരും തന്നെ വളരെ സന്തോഷാവസ്ഥയിലാണ്. And we all know that how God himself came down upon this earth. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എങ്ങനെയാണ് ദൈവം ഇറങ്ങി വന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന Great കാര്യമാണ്. love of God that we can experience. ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹം നമ്മൾ ഇവിടെ അനുഭവിച്ചറിയുന്നു. My heart is full of gratitude towards that Almighty God. സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ ഏറെ നന്ദിയുണ്ട് ഈ കാര്യത്തിൽ. Save a human being like me, a wretched man, our God himself coming down on this earth. എന്നെ പോലെയുള്ള മനുഷ്യരെ, വളരെ ഹീനമായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി അതേ മഹത്വപൂർണ്ണ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. And that plan was completed or fulfilled in our time. ആ ലക്ഷ്യവും പ്ലാനും നമ്മുടെ ജീവിതത്തിലേക്ക് അത് നിവർത്തീകരിക്കപ്പെടുകയാണ്. We have an open way, open door. Jesus said, I am the way. അത് വളരെ വിസ്തൃതമായിട്ടുള്ള തുറക്കപ്പെട്ടൊരു വാതിലാണ് ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ Can വഴിയാകുന്നു. we see from the word of God, Matthew chapter 1 and 18 to 23. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനം യുവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. This is the living word of God. ഇത് ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമാണ്. And how many people since the beginning of Jesus who had come, since then thousands and millions of people they believed. യേശു ക്രിസ്തുവിന് ശേഷമായിട്ട് ആയിരക്കണക്കിന് അത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയുണ്ടായി. When man sinned against God, ഒരു മനുഷ്യൻ ദൈവത്തിനെതിരെ ഈ ഭൂമിയിൽ പാപം ചെയ്യുമ്പോൾ, a man who disobeyed God, ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, he broke the fellowship of God. അവൻ ദൈവവുമായിട്ടുള്ള വിശുദ്ധ ബന്ധം ഉപേക്ഷിക്കുന്നു, He gone astray from the Lord. ദൈവ സന്നിധിയിൽ അവൻ മാറ്റപ്പെടുന്നു എന്നേക്കുമായി. God is so holy. ദൈവം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധനാകുന്ന ഒരവസ്ഥയിലാകുന്നു. He cannot have the fellowship with man who is become sinful. പാവിയായി തീർന്നിരിക്കുന്ന മനുഷ്യനോട് ഈ ദൈവത്തിന് ഒരു കാരണവശാലും ബന്ധപ്പെടുവാൻ ഒരു സാധ്യതയില്ല. Same time God was not happy. അതുപോലെ തന്നെ ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഒട്ടുമേ സന്തോഷവുമില്ല. You and me, we were made by the hands of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരാങ്കുലികളാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാകുന്നു. All other things, the creature and creation, everything was created by his voice. ദൈവത്തിന്റെ ശബ്ദം മുഖാന്തരമായിട്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സകല വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടത്. And we were made by his own hand. How much precious we would be. വാസ്തവത്തിൽ ദൈവം തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം വിലയുള്ളവരാകുന്നു. And God had a plan for man that he will live forever and forever and forever. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഈ ഭൂമിയിലെ മനുഷ്യൻ എന്നും എക്കാലവും ഈ ഭൂമിയിൽ അവന്റെ ജീവിതത്തിൽ കാണപ്പെടണമെന്നുള്ളത്. But because the man who did sin, the man, that means I and you, who disobeyed God, will lost the connection. എന്നാൽ എന്ത് സംഭവിച്ചു? നമ്മെ പോലെയുള്ളവർ പാപം ചെയ്ത മുഖേനയായിട്ട് ഈ പരമദൈവവുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെട്ടു. We were removed from the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്നേക്കുമായി മാറ്റപ്പെടുകയുണ്ടായി. Still God eyes was upon us. എന്നാലും ദൈവത്തിന്റെ കണ്ണ് ഇന്നും മനുഷ്യന്റെ പിറകെയുണ്ട്.
the God time to time, He spoke to man through His prophets. ദൈവം തന്നെ തൻ്റെ പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. God spoke to men because He had a concern. ദൈവം എന്തുകൊണ്ട് പ്രവാചകനോട് സംസാരിച്ചു? മനുഷ്യനെ കുറിച്ച് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാകുന്നു. What a wonderful God. എത്ര അത്ഭുതവാനായിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് കാണുവാൻ Many കഴിയുന്നത്. times when men went against God, God wanted to destroy people. പലപ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറി പാപങ്ങൾ ചെയ്യുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ പദ്ധതിയിടാറുണ്ട്. But that was not enough എന്നാൽ അത് മതിയാകുന്നതല്ല. because God loved man. എന്തുകൊണ്ടെന്നാൽ ദൈവം ഈ മനുഷ്യനെ അപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതാകുന്നു. Here what the word of God that we read, it was the plan of God that He fulfilled in Jesus Christ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതിയാകുന്നു മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവർ നിർവഹിച്ചിരിക്കുന്നത്. Man wanted to reach God മനുഷ്യനാകട്ടെ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. through lots of sacrifices, പലപ്പോഴും പലവിധമാകുന്ന വലിയ തുല്യമായിട്ടുള്ള ജീവിതങ്ങളിലൂടെ, through other many good works. പലപ്പോഴും മനുഷ്യൻ തങ്ങളുടെ നല്ല പ്രവൃത്തികളോടെ അവർ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. But he was not reaching because he never knew a living and mighty God. അതേ, ഒരിക്കലും അവൻ എത്തിച്ചേരുന്നില്ല. കാരണം ഒരിക്കലും അവർക്ക് ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നു. Men went astray and started to worship idols. പലപ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷമായിട്ട് അതേ അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രീതിയിലേക്ക് He എത്തിച്ചേരുന്നു. started to worship all the creation that God created. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടിയെ മനുഷ്യൻ ആരാധിക്കുവാൻ He ആരംഭിക്കുന്നു. started to worship all the trees of this world. ഈ ഭൂമിയിലെ സകല വൃക്ഷങ്ങളെയും ഈ മനുഷ്യൻ ആരാധിക്കുവാൻ ശ്രമിക്കുന്നു. He started to worship sun and moon and stars. അവൻ വീണ്ടും ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. He started worshiping the hills and mountains and rivers and oceans. അവനിതാ നോക്കുമ്പോൾ അതേ പർവ്വതങ്ങളെയും കുന്നുകളെയും മലകളെയും ഒപ്പം തന്നെ പുഴകളെയും നദികളെയും അവൻ He ആരാധിക്കുവാൻ started ശ്രമിക്കുന്നു. to worship all the animals of this earth. ഈ ഭൂമിയിലെ സകല മൃഗങ്ങളെ കൂടെയും അവൻ ആരാധിക്കുവാൻ ശ്രമിക്കുന്നു. They all forgotten the living God. എന്നാൽ അവരൊക്കെയും ജീവിക്കുന്ന ദൈവത്തെ മറന്നുപോകുന്നു. And God had to make this plan. അതുകൊണ്ട് ദൈവത്തിന് വീണ്ടും തന്റെ പദ്ധതി ആവിഷ്കരിക്കേണ്ടി വന്നു. And so God Himself came in the form of Jesus Christ. ദൈവമാകട്ടെ അതേ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. It is written in John 1:18, Jesus came to declare and reveal the Father to the humanity. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് ദൈവമായിരിക്കുന്ന മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. That means Jesus came and He revealed a God who is a living God to the humanity. കർത്താവായ യേശുക്രിസ്തുവായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തെ അവൻ അതേ വിവരിക്കുകയായിരുന്നു, വ്യാഖ്യാനിക്കുകയായിരുന്നു മനുഷ്യർക്ക് വേണ്ടി. Trees are not God. നാം നോക്കുമ്പോൾ മരങ്ങൾ അത് ദൈവങ്ങളല്ല. Jesus said, I am God. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവമാകുന്നു. Mountains and animals are not God. പർവ്വതങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും അത് ദൈവങ്ങളല്ല. I who made you. ഞാനാണ് നിങ്ങളെ നിർമ്മിച്ചത്. I who created everything. ഞാനാണ് ഈ പ്രപഞ്ചത്തെ മൊത്തമായി സൃഷ്ടിച്ചത്. And you gone astray, but you come back to me. നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് അതേ അകലത്തിലേക്ക് അകന്നു പോയിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ തിരിച്ചു മടങ്ങി വരൂ എൻ്റെ അടുക്കലേക്ക്. So Jesus revealed that there is a God. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ അവൻ വെളിവാക്കുകയായിരുന്നു. Jesus revealed, I am the way, I am the truth, and I am the life. യേശുക്രിസ്തു ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. Not only He was born, അവൻ ജനിക്കുക മാത്രമല്ല, but He became the bridge between God and man. അവൻ ദൈവത്തിന്റെ മനുഷ്യന്റെ ഇടയിലുള്ള ഒരു പാലമായി തീർന്നു. Because the man became sinful and cannot go to God. കാരണം മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ അവന് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വന്നു. But through Jesus Christ we can go to the living God. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഈ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. God, our Jesus became mediator. അതുകൊണ്ട് ഈ യേശുക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായി തീരുകയുണ്ടായി. It is written in 1 Timothy chapter 2 and verse 5, for there is one God and one mediator between God and man. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തു
മനുഷ്യനും ദൈവത്തിനിടയിലുള്ള മധ്യസ്ഥനായി തീർന്നിരിക്കുന്നുവെന്ന്. Hallelujah. ഹല്ലേലൂയ. So we have a wonderful Jesus Christ in this Christmas, that he want to be mediator between you and God. നമുക്ക് ഈ ക്രിസ്മസിൽ അതിശയവനായിട്ടുള്ള ഒരു യേശുക്രിസ്തു ഉണ്ട്, എൻ്റെയും നിങ്ങളുടെയും മധ്യസ്ഥനായിട്ട് സ്വർഗത്തിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കുന്ന ക്രിസ്തു. Remember that Jesus not only born, but he became your savior. അത് യേശുക്രിസ്തു ജനിക്കാൻ വേണ്ടി മാത്രമല്ല, എന്നെ നിങ്ങൾ രക്ഷിക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് വന്നവനാകുന്നു. It is written in Hebrew chapter 2 and verse 14, he came to save man, that means you and me. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-16 വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യനായിരിക്കുന്ന എന്നെ നിങ്ങളെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപം എടുത്തു വന്നു എന്ന്. Because he wanted to save whole humanity, he had to born and become man, whole man who had all kinds of experience. അതെ, അവൻ സകലരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനായി രൂപമെടുക്കേണ്ടി വന്നു. സകലരുടെയും പാപങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം കൊടുക്കുവാൻ ഒരു മനുഷ്യനെ പോലെ അവൻ പിറക്കേണ്ടി വന്നു. But he was sinless and he was blameless. അവൻ പാപമില്ലാത്തവനാണ്, അനിന്ദ്യനാകുന്നു. Because he was God. കാരണം അവൻ മാത്രമാണ് ദൈവം. He is God. അവൻ ദൈവമാകുന്നു. But to save me and you, he died on the cross of Calvary. എന്നാൽ എന്നെ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ കാൽവരിയിൽ നമുക്കായി കൊല്ലപ്പെട്ടു. Actually, that was the purpose to get born. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒറ്റ കാരണത്തിന് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡാവതാരം ചെയ്തത്. The purpose of getting born to save you and me. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. And that only can be completed or fulfilled through the death on the cross of Calvary. അത് കാൽവരിയിലെ ക്രൂശമരണത്തോടു കൂടി മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. What a wonderful God and what a great plan. എത്ര അതിശയമായ ഒരു ദൈവമാണ്, എത്ര അതിശയകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് വേണ്ടിയുള്ളത്. And today many thousands of people are believing on Lord Jesus Christ. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് They പോകുന്നു. are getting joy and happiness because Jesus is in their heart. അവർക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമായിട്ട് അവർക്ക് ആനന്ദമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്, കാരണം അവരുടെ ഹൃദയത്തിൽ യേശുവുണ്ട്. You know, Jesus has also given Holy Spirit to each believers. ഓരോ വിശ്വാസികൾക്കും യേശുക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടെ നൽകുന്നുണ്ട്. So whenever a temptation comes, the Holy Spirit reminds and guides. ജീവിതത്തിൽ പല പരിശോധനകൾ വരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിക്കുന്നു, അവൻ നമ്മെ വഴി കാണിക്കുന്നു. And we get strength and we get power from our Lord Jesus Christ. അങ്ങനെയാകും നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സമയാസമയങ്ങൾ ദൈവികമായ ശക്തി ലഭിക്കുന്നത്. And through Jesus Christ we can connect again with the King of Kings and Lord of Lords. യേശുവിലൂടെ നമുക്ക് വീണ്ടും ഈ രാജാവുമായിട്ടുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിയും. Again the purpose of God for the man to live eternally, that also is possible through Jesus Christ when we believe. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യം ദൈവവുമായിട്ടുള്ള വിശ്വാസം നമുക്ക് നിത്യജീവിതം കരസ്ഥമാക്കാമെന്നുള്ളതാകുന്നു. So the plan of God came in our time. അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിലാകുന്നു ദൈവത്തിന്റെ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. When you are believing, when we are believing, the same moment eternal life starts. നാം വിശ്വസിക്കുന്ന അതേ മാത്രമേ തന്നെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നു. And it is written in Romans 8:19, he came to rescue the whole creation. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാകുന്നു, അവൻ സകല സൃഷ്ടിയെയും സംരക്ഷിക്കേണ്ടതിന് വേണ്ടി രക്ഷിക്കേണ്ടതിന് വന്നു എന്ന്. That means those who believe in the name of Jesus Christ will be saved. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മുഖേനയായിട്ട് നിത്യജീവൻ ലഭ്യമാകും. We are so much happy that the Christmas has brought a joy, a real joy of salvation. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ക്രിസ്മസ് മുഖേന നമ്മുടെ ജീവിതത്തിലേക്ക് ആനന്ദം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന സാഹചര്യമാകുന്നു. We can say that my Christ is born and he lives today and tomorrow and forever. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, എൻ്റെ യേശു ജീവിക്കുന്നു, അവൻ ഇന്നും എന്നേക്കും അനിനായി ജീവിക്കുന്നു എന്ന്. You know, Jesus means that he will save you from your sins. അത് യേശു എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കുന്നവനായിരിക്കുന്നു. What a wonderful meaning of Jesus also. എന്ത് അർത്ഥവത്തായ ഒരു നാമമാണ് നമുക്കതിൽ കാണുവാൻ കഴിയുന്നത്. So this Christmas will bring joy, happiness, hope in your life. ആയതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് പ്രത്യാശ നൽകുന്നു, നമുക്ക് ആനന്ദം നൽകുന്നു, നമുക്ക് ജീവിതത്തിൽ ഉറപ്പ് നൽകുന്നു. Are you disappointed in your life? ആരെങ്കിലും
ജീവിതത്തിൽ നിരാശരായിട്ടുണ്ടെങ്കിൽ, your prayers are not being heard, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് കരുതുന്നുവെങ്കിൽ, believe on the Lord Jesus Christ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിപ്പീൻ. Pray to Him. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. Do not try yourself. അതെ, നിങ്ങൾ മുഖേന നിങ്ങൾ ശ്രമിക്കരുത്. Do not waste your strength and your power, നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾ വൃഥാവാക്കരുത്. but believe on the Lord Jesus Christ, എന്നാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. and He will save you. അവൻ നിങ്ങളെ രക്ഷിക്കും. He will listen your prayer. അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കും. You know, today He is here with us. ഇന്ന് നമ്മളോട് കൂടെ ഈ ദൈവം കൂടെയുണ്ട്. Wherever you are sitting in your, in your house or room, or you are traveling and watching this video, Jesus is with you. ഒരുപക്ഷെ ഈ TV പ്രോഗ്രാം കാണുന്നത് പല സാഹചര്യങ്ങളായിരിക്കാം, യാത്രയിലായിരിക്കാം, ഭവനത്തിലായിരിക്കാം. എവിടെയായിരുന്നാലും ഒരു കാര്യം മറക്കരുത്, യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. If you have not found Jesus, this is the time to believe on the Lord Jesus Christ. യേശുവിനെ നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാകുന്ന സമയം, ഈ സമയം നിങ്ങൾ വിശ്വസിക്കൂ, അവനെ കണ്ടെത്തൂ. Immediately your sins will be forgiven, അപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. and it will be forgotten. അത് നിങ്ങൾ മറന്നു പോകരുത്. It will be never remembered. ആ പാപങ്ങൾ ഒരിക്കലും ദൈവം പിന്നെ ഓർക്കുകയില്ല. And Jesus will accept you when we die upon this earth to heaven. അതേ, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. And Jesus will be forever and ever with us. ഈ യേശു ക്രിസ്തു നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ജീവിക്കുന്നവനാകുന്നു. It's not only my experience, it's the experience of millions of people. ഇത് എൻ്റെ അനുഭവമല്ല, ജനകോടികളുടെ അനുഭവമാകുന്നു. And He is here wherever you are. അവൻ ഇതാ ഇവിടെയുണ്ട്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ അവൻ നിങ്ങളോട് കൂടെയുണ്ട്. So on Christmas Day, you meaningfully celebrate the Christmas. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസം നിങ്ങൾ അർത്ഥവത്തായി നിങ്ങൾ ഇത് ആഘോഷിപ്പീൻ. Tell someone about Jesus Christ. ആരോടെങ്കിലും നിങ്ങൾ ഈ വാർത്ത അറിയിക്കൂ യേശുവിനെ കുറിച്ച്. Living upon this world, and that is not the life. അത് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. But be with the Jesus Christ യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാകുന്നു. and live fruitful and joyful. അതേ, ഫലവത്തായ രീതിയിലും അതേ മൂല്യമുള്ള രീതിയിലും നിങ്ങൾ ജീവിക്കണം. And I wish you very happy Christmas. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. May God bless you all. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you. ഞങ്ങളെ വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വിമൻസ് മിനിസ്ട്രിയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.